ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ വല്ലാത്ത ബർക്കത്തുണ്ടാകും. എന്റെ സഹോദരിമാരെ, നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അല്ലാതെ പ്രശ്നമാണ്, കടമാണ്, രോഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സൂറത്തുകൾക്കും അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. ഓരോ സൂറത്തുകൾക്കും അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഒരുപാട് ഫളലിയത്ത് ശ്രേഷ്ഠതകൾ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, യഖറഊഹ, നിങ്ങൾ ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന അഖദഹാ ബറക്കത്തുൻ, നിശ്ചയമായും സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് അത് ബറക്കത്താണ്, അതിനെ നിങ്ങൾ സ്വീകരിക്കണം. വതർക്കഹാ ഹസ്റത്തുൻ, അതിനെ ഉപേക്ഷിക്കുന്നത് വല്ലാത്ത ഖേദമാണ്. വലാ തസ്തതിഊഹ അൽ ബത്തലതു, മടിയന്മാര് മാരണക്കാരല്ലാതെ അതിനെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോ സൂറത്തുൽ ബഖറ അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ബറക്കത്ത്, അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഖേദമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, മടിയന്മാരും അലസന്മാരുമല്ലാതെ വേറെ ആരും സൂറത്തുൽ ബഖറയെ ഉപേക്ഷിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഒരു രാത്രി ഒരാളെ സൂറത്തുൽ ബഖറ ഓതിയാൽ 3 രാത്രികൾ അവന്റെ വീട്ടിൽ പിശാച് പ്രവേശിക്കുന്നതല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രാവശ്യം സൂറത്തുൽ ബഖറ ഓതിയാൽ, ഒരു ദിവസം നിങ്ങൾ സൂറത്തുൽ ബഖറ, ഇന്ന് നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതിയാൽ പിന്നെ 3 ദിവസത്തേക്ക് നിങ്ങളുടെ വീടിന്റെ പടി പോലും ശൈത്താൻ കിടക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇന്ന് കുടുംബ വഴക്കുകളും കുടുംബ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ? എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഇബ്ലീസിന്റെ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ, അവന്റെ പണികളിൽ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കുക, ഭാര്യയും അതേപോലെ തന്നെ ഉമ്മാനെയും തെറ്റിക്കുക, അങ്ങനെ കുടുംബത്തിൽ എല്ലാവരെയും ഇടങ്ങേറാക്കുന്ന ഒരു പരിപാടി. അതാണ് ഇബ്ലീസിന്റെ നേതാവ് അവിടുന്ന് അനുയായികളോട് പറഞ്ഞത്. ഇബ്ലീസിന്റെ നേതാവ് അവിടുന്ന് അനുയായികളോട് പറയുന്നുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ പണി എന്താണെന്നറിയോ? ഇബ്ലീസിന്റെ നേതാവ് അവിടുന്ന് ഇബ്ലീസിന്റെ മറ്റു അനുയായികളോട് ചോദിക്കും, നിങ്ങൾ ഇന്ന് എന്തൊക്കെ പണിയെടുത്തു? അപ്പൊ പറഞ്ഞു, ഞാൻ ഒരാളെ കള്ളുകുടിപ്പിച്ചു, ഞാൻ ഒരാളെ വ്യഭിചരിപ്പിച്ചു, ഞാൻ ഒരാളെ ദീനിൽ നിന്ന് പുറത്താക്കി, ഇങ്ങനെ പലതും വന്ന് ഇബ്ലീസുമാർ ഇങ്ങനെ ഒന്ന് പറയും. അപ്പോ ഇബ്ലീസിന്റെ നേതാവ് പറയും, നിങ്ങൾ ഒരാളെ വ്യഭിചാരിയാക്കുന്നത് ഏറ്റവും സിമ്പിളായ ഒരു കാര്യമാണ്. അത് സിമ്പിളായ ഒരു കാര്യമാണ്. വ്യഭിചാരിയാക്കുക എന്ന് പറയുന്നത്, കള്ളുകുടിയനാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത്, അത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. പക്ഷേ കുടുംബത്തിൽ ചെന്നിട്ട് നമ്മുടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൽ ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവരെ തമ്മിൽ തെല്ലിക്കുക. ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇബ്ലീസിന്റെ നേതാവോടൊന്ന് ചോദിക്കുക, ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? കുടുംബ പ്രശ്നം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? കുടുംബ ബന്ധം വിച്ഛേദിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? രക്തബന്ധങ്ങളുമായിട്ട് ഇന്ന് വല്ലാത്ത പ്രശ്നത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ നിസ്കരിക്കുക, നോമ്പൊടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നോമ്പൊടിക്കുന്നുണ്ട്, ദുഹാ നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ കുത്തി മറിയുന്നുണ്ട്, ഭയങ്കരമായ ദ്വായും കണ്ണുനീരൊഴുക്കലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, സിലത്തുർ റഹ്മ, കുടുംബ ബന്ധം ചേർക്കുക. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ പിണക്കത്തിലല്ലേ? ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുകയില്ലേ? ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് നമ്മൾ പോരടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്? നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് കുടുംബ ബന്ധം നമ്മൾ ചേർക്കണം. അത് ഇബ്ലീസിന് വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇബ്ലീസിന്റെ ഒന്നാമത്തെ പണി എന്ന് പറയുന്നത് കുടുംബ ബന്ധം തകർക്കല. അപ്പൊ അങ്ങനെ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുന്ന പ്രത്യേകമായ ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറ നിങ്ങൾ ഓത്, നിങ്ങളുടെ വീടിന്റെ പടി പോലും ഇബ്ലീസ് പ്രവേശിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക. പകലിൽ ഒരാൾ സൂറത്തുൽ ബഖറ ഓതിയാൽ 3 പകൽ അവന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന ഇബ്ലീസ് പ്രവേശിക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.